ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. വചനം പറയുന്നു, മനുഷ്യൻ പദ്ധതികൾ വിഭാവന ചെയ്യുന്നു, അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണ്. 139 സങ്കീർത്തനം 16 വാക്യം പറയുന്നുണ്ട്, നിനക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളും കാലങ്ങളും നിന്നിൽ സമാഗതമാകുന്നതിന് മുമ്പ് അവയെല്ലാം എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്നു. വചനം പറയുന്നതനുസരിച്ചാണെങ്കിൽ ദൈവത്തിനൊരു പുസ്തകമുണ്ടെന്നും ആ പുസ്തകത്തിൽ എനിക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളും കാലങ്ങളും സമാഗതമാകുന്നതിനു മുമ്പ് സംഭവിക്കാൻ പോകുന്നതെല്ലാം അവിടുന്ന് എഴുതി വച്ചിട്ടുണ്ട് എന്നാണ് 139 സങ്കീർത്തനം 16 വാക്യം പറയുന്നത്. ഞാനിത് പറയാനായിട്ട് കാരണം, എനിക്ക് ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്. വലിയ കുഴപ്പമുള്ളതൊന്നുമല്ല, ഒരു ഹെർണിയയുടെ സർജറിയാണ്. അപ്പോൾ ഒരു 3 സ്ഥലത്ത് അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് 1.5 മാസം പ്രസംഗിക്കുകയോ മറ്റൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് അച്ഛനോട് പറഞ്ഞു. പക്ഷേ താന്നീത്തച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം, അച്ഛൻ ചമ്പക്കുളത്തായിരിക്കുമ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ കൊച്ചച്ഛനായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ കൂടെ ധ്യാനങ്ങളിലെല്ലാം ഞാൻ സഹായിക്കാനും മറ്റുമൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അച്ഛനെ പറഞ്ഞത് വിഷമമുള്ള കാര്യമാണ്, എന്താ ചെയ്യുക. അപ്പോൾ അതിൽ 1 മാസം ആകാനായിട്ട് ഇനി 2 ദിവസം കൂടെ ഉണ്ട്. എന്നാലും ഡിവൈനിൽ പോകുന്നത് അത് 15 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഈ സർജറിക്ക് ശേഷം ആദ്യമാണ് ഒരു ശുശ്രൂഷയ്ക്ക് വരുന്നത്. അപ്പോൾ ഇന്നിവിടെ ആയിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചതനുസരിച്ച് അവിടുത്തെ പുസ്തകത്തിൽ എഴുതിപ്പെട്ടിരിക്കുന്ന അനുസരിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ വചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ അവിടെ പ്രകാശം പരക്കുമെന്ന് ഒരു വചനമുണ്ട്. അത് 119 സങ്കീർത്തനം 130 വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങയുടെ വചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ അവിടെ പ്രകാശം പരക്കുന്നു. അപ്പോൾ ദൈവവചനത്തിൻ്റെ ചുരുൾ അഴിയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അത് വചനപ്രഘോഷണം നടക്കുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ ചുരുൾ അഴിയപ്പെടുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ പ്രകാശം പരക്കുന്നു. എന്താണ് പ്രകാശം? അത് യേശുക്രിസ്തുവാണ് പ്രകാശം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ എവിടെയെല്ലാം ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നോ അവിടെയെല്ലാം യേശു സാന്നിധ്യമുണ്ട്. ഇവിടെയും വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം ഏറ്റവും അവസാനത്തെ വാക്യം പറയുന്നത്, യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ എല്ലായിടത്തും പോയി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അടുത്ത വചനം എഴുതിയിരിക്കുന്നു, കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ നൽകി തൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. അപ്പോൾ വചനം പ്രഘോഷിക്കുന്നിടത്ത് യേശു ഉണ്ടെന്ന് പറയുക മാത്രമല്ല, യേശു തൻ്റെ സാന്നിധ്യം അടയാളങ്ങൾ നൽകിക്കൊണ്ട് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ എവിടെയെല്ലാം വചനം പ്രഘോഷിക്കപ്പെടുന്നു അവിടെയെല്ലാം അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. കാരണം താൻ അവിടെ സന്നിഹിതനാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് അടയാളങ്ങൾ നൽകുന്നത്. ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ
ഈ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം, ഞായറാഴ്ച ധ്യാനം ആരംഭിച്ചു. വ്യാഴാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗത്ത് വലിയൊരു ബഹളം. ആളുകളൊക്കെ അസ്വസ്ഥരാണ്. പുറകോട്ടൊക്കെ തിരിഞ്ഞു നോക്കുന്നു. പ്രസംഗം അവരാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പ്രേക്ഷിതർ അവിടേക്ക് ചെന്നു. എന്നിട്ട് സ്റ്റേജിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞു, അവിടെ ഒരു കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തിയെന്ന്. സംഭവം ഇതാണ്. മലബാർ പ്രദേശത്തു നിന്നൊരമ്മ 7 വയസ്സുള്ള തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ വന്നിരിക്കുകയാണ്. പെൺകുട്ടിയാണ്. ഈ കുട്ടി നടക്കുകയില്ല. ഡോക്ടർമാരെയൊക്കെ കാണിച്ചു, പരിശോധനകളൊക്കെ നടത്തി. കൊച്ചിന് യാതൊരു കുഴപ്പമില്ല, കൊച്ചു നടക്കില്ല. എഴുന്നേൽപ്പിച്ച് നിർത്തി പ്രാക്ടീസ് ചെയ്യിച്ച് നിങ്ങൾ കയ്യെ പിടിച്ച് നടത്താനൊക്കെ പറയും. പക്ഷേ കൊച്ചു നിലത്തിരുന്ന് നിരങ്ങുകയോ നീന്തുകയോ ചെയ്യും. അപ്പോൾ ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. ഇതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഈ അമ്മ കരഞ്ഞുകൊണ്ട് കർത്താവിനോട് ചോദിക്കും, കർത്താവേ, എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ നീ ഇങ്ങനെ സൃഷ്ടിച്ചു? ഇത് പറഞ്ഞ് അമ്മ എപ്പോഴും കരയുകയാണ്. അപ്പോൾ ആ പ്രദേശത്തെ പ്രയർ ഗ്രൂപ്പിലുള്ള ചില ആളുകൾ ഈ അമ്മയുടെ സങ്കടമൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഈ കൊച്ചിനെയും കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരാഴ്ച ധ്യാനം കൂട്, അപ്പോൾ നിങ്ങളുടെ വിഷമം മാറും. സൗഖ്യപ്പെടുമെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ സങ്കടമൊക്കെ മാറും. അപ്പോൾ ഈ അമ്മ എന്തെടുത്തു? കൊച്ചിനെയും കൊണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് അടുക്ക് സ്ത്രീകളിരിക്കുന്ന ഭാഗത്ത് ഏറ്റവും പുറകിലല്ല, പകുതിക്ക് മുമ്പായിട്ട് ആ കൊച്ചിനെയും മടി വെച്ചുകൊണ്ട് ഈ അമ്മ ഇങ്ങനെ ഇരിക്കുക. ഓരോ ദിവസത്തെ പ്രഭാഷണം കഴിയും തോറും അമ്മയുടെ സങ്കടം മാറിക്കൊണ്ടേയിരുന്നു. ആരും പ്രത്യേകിച്ച് ഈ അമ്മയുടെ അടുത്ത് സങ്കടം മാറെ അതിനിങ്ങനെ ചെയ്യും ഇങ്ങനെയൊന്നും പറയുന്നില്ല. ഇത് മാറാൻ കാരണം അവിടെ വന്നിരിക്കുന്ന പല കുഞ്ഞുങ്ങളെയും അമ്മ കണ്ടു. അമ്മയുടെ അടുത്ത് തന്നെ ഒരു കുഞ്ഞിനെ, വലിയ തലയുള്ള കൊച്ചാണ്. ഈ കൊച്ചിനെയും കൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ ആ കൊച്ചിനെ നോക്കിയിട്ട് തൻ്റെ കുഞ്ഞിനെ നോക്കി കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞും ഞാനും എത്ര ഭാഗ്യവാന്മാരാണ് ഈ കുഞ്ഞിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം വലുതായിട്ട് തോന്നിയത് ഇപ്പോൾ വലുതല്ല എന്നൊരു ചിന്ത ഈ അമ്മയുടെ മനസ്സിലേക്ക് വന്നു. അപ്പം നമ്മുടെ പ്രശ്നങ്ങളെ വലുതാക്കി പർവ്വതീകരിച്ച് നമ്മൾ കാണുമ്പോഴാണ് നമ്മുടെ പ്രശ്നം വലുതായിട്ട് തീരുന്നത്. അതിനെ ചെറുതായി കാണാനുള്ള കൃപയാണ് ആത്മീയ വളർച്ച. അപ്പോൾ ഈ അമ്മയ്ക്ക് ഈ ധ്യാന ദിവസങ്ങളിൽ ഇതിങ്ങനെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞിനെ ഓർത്തുള്ള സങ്കടമൊക്കെ പോയി. ഇങ്ങനെ കൊച്ചിനെയും മടി വെച്ചിരിക്കുക. അടുത്തിരിക്കുന്നവരോടൊക്കെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതാണ്ട് ഈ പ്രസംഗത്തിൽ അമ്മ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ അമ്മയുടെ മടിയിലിരുന്ന കുഞ്ഞ് സൈഡിലേക്ക് ഇറങ്ങി മുൻപിലത്തെ കസേരയിൽ പിടിച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നടന്നു. എന്നിട്ട് ഈ കൊച്ച് അടുത്ത കസേരയുടെ കാലേ പിടിച്ച് അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് നടന്നു. ഇങ്ങനെ കസേരകളിൽ പിടിച്ച് ഒരു 3 കസേരകളുടെ മുന്നിലേക്ക് ഈ കൊച്ച് പതുക്കെ നടക്കുമ്പോഴും കണ്ണു തുറന്നിരുന്ന് വചനം കേൾക്കുന്ന അമ്മ തൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് മുൻപോട്ട് നടക്കുന്ന കൊച്ചിനെ ശ്രദ്ധിച്ചില്ല. അപ്പം അടുത്തിരുന്ന ചിലരെല്ലാം കൂടെ ഈ സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിയുടെ കൊച്ചിതേ നടക്കുന്നു പറഞ്ഞു. ഈ അമ്മ ഈശോയെന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ഇത് ഒരു രോഗശാന്തി ശുശ്രൂഷ നടന്നപ്പോൾ നടന്ന അടയാളമോ സൗഖ്യമോ അല്ല. ഏതെങ്കിലും സുവിശേഷകരോ ശുശ്രൂഷകരോ വൈദികരോ ആ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ല ഇത് നടന്നത്. ഒരു ആരാധന സൗഖ്യ ശുശ്രൂഷ സമയത്തല്ല, ചുമ്മാ വചനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ദൈവം ചെയ്ത അത്ഭുതമാണ്. അതാണ് വചനം പറയുന്നത്. എവിടെയെല്ലാം വചനം പ്രഘോഷിക്കപ്പെടുന്നു
അവിടെ അടയാളങ്ങൾ നൽകി യേശു തൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കും. ഇപ്പോൾ ഇവിടെ വചനം പ്രഘോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ 2-3 ദിവസങ്ങളായി. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലും നമ്മുടെ ഇടയിലും അടയാളങ്ങൾ കർത്താവ് തൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിന് പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതിന് മുമ്പ് ഒരു വചനം അയച്ചു തന്നിരുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങളോട് പറയണമെന്നാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവേ, അങ്ങേ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധങ്ങളായ ധാന്യങ്ങളല്ല. ഇപ്പോൾ നിങ്ങളോട് പറയാൻ പറഞ്ഞിരിക്കുന്ന, ദൈവമേ, അങ്ങേ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധങ്ങളായ ധാന്യങ്ങളല്ല. പിന്നെ പറയുന്നത് വിവിധങ്ങളായ അങ്ങയുടെ വചനമാണ് അങ്ങേ ആശ്രയിക്കുന്നവരെ പോറ്റുന്ന ഭക്ഷണം, അല്ലേ? എന്നിട്ട് പിന്നെ പറയുന്നു, അങ്ങയുടെ വചനമാണ് അങ്ങയുടെ വത്സല മക്കൾ അത് ഗ്രഹിക്കുന്നതിന് വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിന് രൂപാന്തരം പ്രാപിച്ച് അവർക്ക് നൽകപ്പെടുന്നു. പിന്നെ അവിടുന്ന് മറ്റൊരു വചനം കൂടിയുണ്ട്. അങ്ങാണ് എല്ലാറ്റിനെയും പോറ്റുന്ന സർവശക്തനായ ദൈവമെന്ന് തൻ്റെ മക്കൾ തിരിച്ചറിയുന്നതിന് നന്ദി പറയുവാൻ സൂര്യോദയത്തിന് മുമ്പ് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കും. ഇതാണ് നിങ്ങളോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജീവൻ നിലനിൽക്കുവാൻ, ജീവൻ നിലനിർത്തി ശരീരം ഭക്ഷിക്കുവാൻ പലതരം ധാന്യവിളവുകളുണ്ട്. ഇതുകൊണ്ട് ആഹാരങ്ങൾ ഉണ്ടാക്കി മനുഷ്യൻ കഴിച്ച് സംതൃപ്തരാകുന്നു. എന്നാൽ വചനം പറയുന്നു, അങ്ങേ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധങ്ങളായ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ വചനം എന്താണ്? ഈ വചനത്തിൻ്റെ പ്രത്യേകത, വചനം മനുഷ്യന് ഭക്ഷണമാണോ? അതെ, അത് ആത്മീയ ഭക്ഷണമാണ്. ശരീരം എത്ര കൊഴുപ്പിച്ചാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ യാതൊരു പ്രയോജനവുമില്ല. സങ്കീർത്തനങ്ങൾ 119 103-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങയുടെ വചനം എത്ര മധുരമാണ്. അപ്പം മധുരമുള്ളതാണ് അങ്ങയുടെ വചനം. അങ്ങയുടെ വചനം എത്ര മധുരമാണ്. അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമുള്ളതാണ്. തേൻ നല്ല മധുരമുള്ളതാണ്, പക്ഷെ തേനിനേക്കാൾ മധുരമാണ് അങ്ങയുടെ വചനം എന്നാ പറയുന്നത്. അതാ പറയുന്നത്, വചനം രുചിച്ചറിയണം. ഈ വചനം കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വചനത്തോട് നമുക്ക് വലിയൊരു ആർത്തി ഉണ്ടാകും. യോഹന്നാൻ 6:63 ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. വചനത്തിൽ ആത്മാവ് നിറഞ്ഞിരിക്കുന്നു. ഈ വചനം എന്നെ ജീവനിലേക്ക് നയിക്കുന്നു. ഇതാ പറയുന്നു, അങ്ങയുടെ വചനം എനിക്കെത്ര മധുരമാണ്. ഇനിയും പിന്നെയും പറയുന്നത് ഇതാണ്, 19-ാം സങ്കീർത്തനം 10-ാം വാക്യം, അവ പൊന്നിനെയും തേൻ തങ്കത്തെയുംകാൾ അഭികാമ്യമാണ്. അവ പൊന്നിനേക്കാൾ അഭികാമ്യമാണ്, അവ തങ്കത്തേക്കാൾ അഭികാമ്യമാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു വ്യക്തി നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ്, ഒരു 10 പവൻ്റെ ഒരു സ്വർണം തരാം,
ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞാൽ എനിക്കത് വേണ്ട, ഞാൻ വചനം കേൾക്കാൻ പോകും എന്ന് പറയുന്ന എത്ര പേര് നമ്മുടെ ഇടയിലുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഈശോയുമായി ഒരു കോംപ്രമൈസ് ചെയ്യും. ഈശോയെ 10 പവനാണ്, ഇന്നത്തെ വില അനുസരിച്ച് അത് ലക്ഷങ്ങൾ വില വരും. ഞാൻ ഇത് മേടിച്ചിട്ട് അതിൻ്റെ 10-1 ദശാംശമായിട്ട് നിനക്ക് തരാം. എന്നിട്ട് ഇതിന് പകരം എവിടെങ്കിലൊക്കെ പോയി 4-5 ധ്യാനം കൂടിയേക്കാം. ഇപ്പം കർത്താവിനും കുഴപ്പമില്ല, 10-1 കിട്ടും, നമ്മുടെയും പ്രശ്നങ്ങൾ തീർന്നു. ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാനിടയുണ്ട്. എന്നാൽ ഇവിടെ സങ്കീർത്തകൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: അങ്ങയുടെ വചനം എനിക്ക് പൊന്നിനെയും തങ്കത്തെയുംകാൾ അഭികാമ്യമാണ്. അവ തേനിനെയും തേൻ കട്ടിയേക്കാളും മധുരമാണ്. ആ വചനം പാലിക്കുന്നവന് വലിയ സമ്മാനം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളെ പോറ്റുന്നത് വിവിധതരം ധാന്യങ്ങളല്ല, ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം അവ തങ്കത്തേക്കാൾ, തേനിനേക്കാൾ, പിന്നെ സ്വർണത്തേക്കാൾ ഒക്കെ വലുതാണ്. ഇനിയും പറയുന്നു, ഈ വചനം ജീവിതത്തിൽ പാലിക്കുന്ന വ്യക്തിക്ക് അവിടുന്ന് വലിയ സമ്മാനം. എന്താണ് വചനം പാലിക്കുന്ന വ്യക്തികൾക്ക് ദൈവം നൽകുന്ന വലിയ സമ്മാനം? എന്തായിരിക്കും അത്? ഒന്ന് ഊഹിച്ചു നോക്കിയേ. അത് നിത്യജീവനാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ മറ്റൊരു വചനം കിടപ്പുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്: മാലാഖയുടെ കയ്യിൽ നിന്നും ഞാൻ ഗ്രന്ഥം വാങ്ങി വിഴുങ്ങി. ഗ്രന്ഥം, വചനം ഉൾക്കൊള്ളുന്ന ചുരുള്, വചനത്തിൻ്റെ ഗ്രന്ഥം മാലാഖയുടെ കയ്യിൽ നിന്ന് ഞാനത് വാങ്ങി. എന്ത് ചെയ്തു? അതങ്ങ് വിഴുങ്ങി. വിഴുങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? അതെൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമുള്ളത് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ തേനെന്ത് മധുരം, അതിനേക്കാൾ എത്രയോ വലിയ മധുരമാണിത്. അപ്പൊ ദൈവത്തിൻ്റെ വചനം ഇത് നമുക്ക് തരുന്ന ഒരു വലിയ അനുഭവമാണ്. ഈ വചനം എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്? എവിടുന്ന് വചനം നമുക്ക് കിട്ടും? ഈ വചനം എവിടെയാണുള്ളത് എന്ന് എവിടെ പോയി തപ്പണം? എവിടെയാണ് വചനമുള്ളത്? ആർക്കെങ്കിലും അറിയാമോ? ഇവിടെ നിയമാവർത്തന പുസ്തകത്തില് 30-ാം അധ്യായം 11 മുതൽ 14 വരെ വാക്യങ്ങളിൽ ഈ വചനം തേടി ഞാൻ എവിടെയും പോകേണ്ടതില്ലെന്ന് പറയുന്നുണ്ട്. ഞാൻ നിനക്ക് തരുന്ന വചനം നിന്നിൽ നിന്നും വിദൂരമല്ല, വിദൂരസ്ഥമല്ല എന്നാണ് ആ വചനം. ഞാൻ നിനക്ക് തരുന്ന ഈ വചനം നിന്നിൽ നിന്നും വിദൂരസ്ഥമല്ല. ഈ വചനം പിന്നെ അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സ്വർഗത്തിലേക്ക് കയറി ചെന്ന് ആരെ അത് കൊണ്ടുവരും എന്ന് നീ ഇത് പറയാൻ ആ വചനം സ്വർഗത്തിലല്ല. ഹല്ലേലൂയ! എത്ര ശക്തമായ വചനമാണ് ഇത്! ആര് പോയി സ്വർഗത്തിൽ നിന്നും ഈ വചനം എൻ്റെ അടുത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരും എന്ന് നീ പറയാൻ ആ വചനം ഇപ്പോൾ സ്വർഗത്തിലല്ല. എന്താണ് വചനം? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം
മാംസം ധരിച്ച് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്. ഈ വചനം അവിടുന്ന് കൊണ്ടുവരുവാൻ ഇത് സ്വർഗത്തിലല്ല. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത വചനം പറയുക, ഇത് കേട്ട് പ്രവർത്തിക്കുവാൻ ആരെ കടലിനക്കരെ പോയി ഈ വചനം നമുക്ക് കൊണ്ടുവരും? ഒന്നീ സ്വർഗത്തിൽ പോയി ആര് കൊണ്ടുവരണം? സ്വർഗത്തിലല്ലെങ്കിൽ പിന്നെ എവിടെയാ? അങ്ങ് അകലെ കടലിനക്കരെ എവിടെയാണ് ഈ വചനം? ആര് പോകും കടലിനക്കരെ ഈ വചനം കൊണ്ടുവരുവാൻ എന്ന് പറയുവാൻ? അത് കടലിനക്കരെയല്ല. ഈ വചനം വായിച്ചിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തിക്കുക ഇതിനു മുമ്പ്. ഹല്ലേലൂയ. വചനം നിനക്ക് സമീപസ്ഥമാണ്. അതിൻ്റെ ഹൃദയത്തിലും അധരങ്ങളിലും ഇരിക്കുന്നു. ഈ വചനം നിനക്ക് സമീപസ്ഥമാണ്. എൻ്റെ തൊട്ടടുത്തുണ്ട്. തൊട്ടടുത്തല്ല, എൻ്റെ ഹൃദയത്തിലിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം എവിടെയാണുള്ളത്? ഹൃദയത്തിലിരിപ്പുണ്ട്. അത് കണ്ടെത്തിയാൽ മതി. ഇനി അടുത്തത്, അത് നിന്റെ അധരങ്ങളിൽ ഇരിപ്പുണ്ട്. നിന്റെ നാവിൽ വചനമുണ്ട്. അത് തപ്പി അത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മതി. അവിടെ ഇവിടെ ഒന്നും പോകേണ്ട. ഹല്ലേലൂയ. യെരമ്യാ പ്രവചനം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. ഹല്ലേലൂയ. വചനമാകുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് ധാന്യവിളകളല്ല നിനക്ക് സമൃദ്ധി തരുന്നത്. അതല്ല നിന്റെ ആത്മാവിന് പോഷണം നൽകുന്നത്, നിന്റെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്നത്. ഇവകൾക്കല്ല. നീ എൻ്റെ വചനം ഭക്ഷിക്കണം. അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദ അമൃതായിരുന്നു. വചനം ഇങ്ങനെ പറയുന്നു, ആനന്ദത്തിൻ്റെ അമൃതായിരുന്നു. ലോകത്ത് മനുഷ്യന് ആനന്ദം ലഭിക്കാൻ എന്തെല്ലാം ചെയ്യും? ഈ ലഭിക്കുന്ന ആനന്ദം എത്ര നാൾ, എത്ര ദിവസം, എത്ര മണിക്കൂർ എന്നിൽ നിലനിൽക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ അങ്ങയുടെ വചനം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ലഭിച്ച ആനന്ദം എനിക്ക് അമൃതായി മാറി. ഒരിക്കലും നശിക്കാത്ത ആനന്ദം. അതിന് ആനന്ദ അമൃതം എന്ന് ബൈബിളിൽ പറയുന്നു. എത്ര സങ്കടവും വേദനയും ദുരിതവും പീഡയും നമ്മുടെ ജീവിതത്തിൽ വന്നാലും വചനം നിത്യവും ഉപയോഗിക്കുന്ന ഒരു വ്യക്തി മനസ്സ് തളരില്ല. അവർ ഒന്നിനും അവരെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:11 പറയുന്നു, എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുന്നവൻ അവയോട് തീവ്രമായ അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഒന്നും കൂടെ വചനം പറയാം. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ. നമുക്ക് അഭിലാഷം ദൈവവചനത്തിലായിരിക്കണം. എൻ്റെ വചനത്തിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്രമായ അഭിനിവേശം കാണിക്കുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തു തരും? ജ്ഞാനം തരുമെന്നാ പറയുന്നത്. അപ്പം നമ്മുടെ വിഷയം ഇതാണ്. എന്താണ് വിഷയം? അങ്ങയിൽ ആശ്രയിക്കുന്നവരെ അങ്ങ് പോറ്റുന്നത് ധാന്യവിളകളല്ല,
കൊണ്ടല്ല, പിന്നെയോ അങ്ങയുടെ വചനം കൊണ്ടാണ്. അപ്പോൾ അവർക്ക് ദൈവം ജ്ഞാനം കൊടുക്കുമെന്നാ പറയുന്നത്. എന്താണ് ജ്ഞാനം? ജ്ഞാനം യേശുക്രിസ്തുവാണ്. നമുക്ക് യേശുവിനെ തന്നെയാണ് ലഭിക്കുന്നത്. യേശു എന്നിലേക്ക് വരുന്നു, യേശുവിനെ എനിക്ക് ലഭിക്കുന്നു. അത് പറയുന്നത് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിലാണ്. 1-ാം അധ്യായം 24-ാം വാക്യം, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. അപ്പൊ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ലഭിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി സുഭാഷിതങ്ങളുടെ പുസ്തകം 4:22 മറ്റൊരു വചനം കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ വചനം ഇതാണ്: എൻ്റെ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതൊക്കെ സൂക്ഷിക്കുന്നത് എവിടെയാ? ഹൃദയത്തിലാണ്. നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും എന്നൊക്കെ പറയത്തില്ലേ? എന്ന് പറയുന്നത് പോലെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് ഹൃദയത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിനും അവിടെ സ്ഥാനമുണ്ടാകുകയില്ല. എന്നിട്ട് അവ ഉൾക്കൊള്ളുന്നവന് ജീവനും അവൻ്റെ ശരീരത്തിന് അത് ഔഷധവുമായിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുകയും ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവന് സൗഖ്യം ലഭിക്കും എന്ന് വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 കർത്താവേ, മരുന്നോ ലേപന ഔഷധവുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് അങ്ങയുടെ വചനമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങൾക്ക് വലിയ വിലയും പ്രാധാന്യവും ഒന്നും കൊടുക്കണ്ട എന്നാണ് എസെക്കിയേൽ 16:25 പറയുന്നത്, അല്ലേ? ഇതല്ല നമുക്ക് പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 119-ാം സങ്കീർത്തനം 89-ാമത്തെ വാക്യം പറയുന്നത്, കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്.